ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. സങ്കീർത്തനം 50:23. എന്നും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എന്നും എൻ്റെ നാവിലിരിക്കും. കർത്താവിന് സ്തുതികൾ പാടുന്ന നല്ല ഒരു പാട്ടുകാരൻ അച്ഛനാണ് നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. പാലക്കാട് രൂപതയുടെ സ്വന്തം തോമസ് അച്ഛൻ. അച്ഛാ, സ്നേഹത്തോടെ സ്വാഗതം. താങ്ക് യു അച്ഛാ. സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛനെ പറ്റി കൂടുതൽ കേട്ടു. തീഷ്ണതയുള്ള എന്ന് പറഞ്ഞ ദൈവവിളിക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്ത് ചേട്ടനച്ഛൻ ആദ്യമേ ദൈവവിളിക്ക് പോയി, പക്ഷേ പ്രാർത്ഥിച്ച് ചേട്ടനച്ഛനെ വരുത്തി, അവസാനം സ്വയം അത്രമാത്രം ആഗ്രഹം അച്ഛനുണ്ടായിരുന്നു. അതൊരു ചെറുപ്പത്തിലെ ഒരു അനുഭവമാണെന്ന് മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. കാരണം ഇപ്പം അത് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ബാലിശമായൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആരും പ്രാർത്ഥിക്കാറില്ല. പക്ഷേ വീട്ടിൽ നിന്ന് എല്ലാവരും 3 മക്കളാണുള്ളത്. എല്ലാവരും ദൈവവിളിക്ക് പോയി കഴിഞ്ഞാൽ അത് വീട്ടിലും വേണമല്ലോ ആൾക്കാർ. അപ്പോൾ അവരെങ്ങനെ ചിന്തിക്കും എന്നുള്ള ഒരു ഹൈപ്പോത്തീസിസിൽ നിന്ന് ഞാനിങ്ങനെ ചേട്ടനച്ഛന് CMI സഭയിലേക്ക് പോയപ്പോൾ, അപ്പം അതിനു മുമ്പ് അനിയനച്ഛൻ്റെ ആ ഒരു എനിക്കും അച്ഛനാകാൻ ആഗ്രഹമുണ്ടെന്ന് വീട്ടുകാർ അറിഞ്ഞിരുന്നു, അച്ഛൻ പറഞ്ഞിരുന്നു. അങ്ങനെ കൂടുതലും ഞാൻ പറയാൻ തുടങ്ങിയത് ചേട്ടൻ പോയതിന് ശേഷമാണ്. കാരണം അപ്പോൾ എനിക്ക് ഒരാകുലതയായി, വിടുവോ ഇല്ലയോ എന്നുള്ളത്. അപ്പം മുതലാണ് ഞാൻ, അതിന് മുമ്പ് പറഞ്ഞിരുന്നു, പക്ഷേ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പറയാൻ തുടങ്ങിയത് അച്ഛൻ മൂത്ത ആൾ പോയതിന് ശേഷമാണ്. ഏതായാലും അച്ഛനിപ്പോൾ ഭയങ്കര സന്തോഷവാനാണ്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഇപ്പം നല്ലൊരു പാട്ടുകാരൻ അച്ഛൻ. പല മേഖല എത്തിപ്പെടാമായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അച്ഛൻ്റെ പാട്ട് കേട്ടു, എന്ത് നല്ല വോയിസാണ്. പക്ഷെ അതെല്ലാം ദൈവം നൽകിയതാണെന്ന് വിശ്വസിച്ച് കർത്താവിന് സ്തുതികൾ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛനിപ്പോൾ വിനിയോഗിക്കുന്നത്. ഇപ്പോൾ ആയിരിക്കുന്ന മംഗലം ഡാം പള്ളിയിലും ഒക്കെ അച്ഛൻ പാട്ട് പാടും, അനേകർക്ക് ആശ്വാസമായി മാറുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ +2 കഴിഞ്ഞ് പോളിടെക്നിക്ക് കഴിഞ്ഞതിന് ശേഷം സെമിനാരി ചേരുന്ന സമയത്ത് അപ്പൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതുവരെയും എനിക്ക് മ്യൂസിക്കിൻ്റെ പുറകെ പോകണം, പാട്ട് പഠിക്കണം, അങ്ങനെയായിരുന്നു ആഗ്രഹം. അപ്പോൾ പോളിടെക്നിക്ക് പഠിക്കാൻ കാരണം ഒരു കയ്യിൽ എന്തെങ്കിലും ഒരു വകുപ്പുണ്ടാകണം, എന്നിട്ട് അതിന് ശേഷം വേണം ഈ ഒരു ഫീൽഡിലേക്ക് തിരിയാൻ. അപ്പോൾ സെമിനാരി ചേരണം എന്നുള്ള ആ കാര്യം വളരെ ഉറച്ച തീരുമാനത്തോടെ വീട്ടിൽ പറയുകയും അതിനായിട്ട് വിടാൻ ഒരുങ്ങുകയും ചെയ്ത സമയത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇനി നീ പാട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണ്ട, BA മ്യൂസിക് അങ്ങനത്തെ പരിപാടികളെക്കുറിച്ച് നീ ചിന്തിക്കണ്ട, ഇനി നീ ഇപ്പോൾ എന്താണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതിലേക്ക് കൂടുതൽ ഇൻവോൾവ്ഡ് ആകുക. അപ്പം ഞാനും എൻ്റെ മനസ്സുകൊണ്ട് ഓക്കെ, ഇനിയിപ്പോൾ ഇനി വരെ ഉള്ളതല്ല, ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങളിൽ പാട്ടില്ല, അങ്ങനെ തന്നെ തീരുമാനിച്ചുറച്ച് ആ ആഗ്രഹത്തെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങി തിരിച്ചതാണ്. ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? തീർച്ചയായും. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവിനാനന്ദമേ, വന്നു നിറയണമേ, വന്നു വാഴണമേ, വന്നു നിറയണമേ, വന്നു വാഴണമേ. ഈ പാഴ്മുളം തണ്ടിനെ മധുരഗാനത്തിൻ്റെ അരുവിയാക്കാൻ, ഈ പാഴ്മുളം തണ്ടിനെ മധുരഗാനത്തിൻ്റെ അരുവിയാക്കാൻ. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവിനാനന്ദമേ. ആത്മാവിലുയരുന്ന മധുരഗീതം നിന്റെ ഉപരിമഹത്വത്തിനായി മാറ്റൂ.
ആത്മാവിലുയരുന്ന മധുരഗീതം നിന്റെ ഉപരിമഹത്വത്തിനായി മാറ്റൂ. ഹൃദയം നിറച്ചു നിന്നാർദ്രതയും ക്ഷമയുമേകി എന്നെ ധന്യനാക്കൂ. ഹൃദയം നിറച്ചു നിന്നാർദ്രതയും ക്ഷമയുമേകി എന്നെ ധന്യനാക്കൂ. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവിനാനന്ദമേ. സത്യനാദത്തിൻ കാഹളം കേൾക്കുവാൻ ആത്മനെ എന്നെ നീ ശുദ്ധനാക്കൂ. സത്യനാദത്തിൻ കാഹളം കേൾക്കുവാൻ ആത്മനെ എന്നെ നീ ശുദ്ധനാക്കൂ. സ്നേഹവും നന്മയും ഭൂവിൽ വിതയ്ക്കുവാൻ ദാസനായങ്ങെന്നെ മാറ്റിടുക. സ്നേഹവും നന്മയും ഭൂവിൽ വിതയ്ക്കുവാൻ ദാസനായങ്ങെന്നെ മാറ്റിടുക. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവിനാനന്ദമേ. വന്നു നിറയേണമേ, വന്നു വാഴേണമേ, വന്നു നിറയേണമേ, വന്നു വാഴേണമേ. ഈ പാഴ്മുളം തണ്ടിനെ മധുരഗാനത്തിൻ്റെ അരുവിയാക്കാൻ. ഈ പാഴ്മുളം തണ്ടിനെ മധുരഗാനത്തിൻ്റെ അരുവിയാക്കാൻ. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവിനാനന്ദമേ. നല്ല ഭംഗിയായിട്ട് എന്ത് രസമായിട്ടാണ് അച്ഛൻ പാടുന്നത്. ഒരു പ്രാർത്ഥനാ ഗാനമാണ്. ഒരു പ്രാർത്ഥനയുടെ അതേ ഫീലിങ്. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ കൈ കൂപ്പി പിടിക്കും, അല്ല കൈ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അച്ഛന് വലിയൊരു കൃപയുണ്ട് അച്ഛൻ. ഞാൻ ഇപ്പം അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. ദൈവവിളിയിലേക്ക് കയറുന്നതിന് മുമ്പ് മാതാപിതാക്കൾ പറഞ്ഞു മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ടാണ് പോളിയിലേക്കൊക്കെ കിടക്കുന്നതും. പക്ഷെ അച്ഛന് ആ ഒരു ഹൃദയത്തിൽ, ആ ഒരു പോളിടെക്നിനേക്കാളും ഒക്കെ പഠനത്തിനേക്കാളും ഹൃദയത്തിൽ താലോലിച്ചിരുന്നതാണ് ഈ ഒരു മ്യൂസിക്. അത് ആര് വേണ്ടെന്ന് പറഞ്ഞാലും തടസ്സം വന്നാലും ഇത് നൽകിയ ഒരാൾ മേളിലുണ്ട്, അവനത് ഉപയോഗിക്കും. അതിന് വ്യക്തമായിട്ടൊരു തെളിവാണ്. വീണ്ടും ദൈവവിളിയിലേക്കുള്ളൊരു മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ദൈവവിളിയിലേക്ക് കയറി കഴിയുമ്പോൾ ഫോർമേഷൻ കാലഘട്ടത്തിൽ ഒരുപാട് പഠനങ്ങളൊക്കെ വരുമ്പോഴും ഈ ഒരു മ്യൂസിക് നമുക്ക് ഒന്ന് പൊടിതട്ടിയെടുക്കുവാനോ അല്ലെങ്കിൽ അത് മോടി പിടിപ്പിക്കാനോ ഒക്കെ നമ്മൾ തന്നെ സ്വയം സമയം കണ്ടെത്തും. ഇതെല്ലാം മേളിൽ നോക്കുമ്പോൾ അച്ഛൻ അതിനൊക്കെ സമയം കണ്ടെത്തും. ബ്രദറായിരിക്കുമ്പോൾ തന്നെ സമയം കണ്ടെത്തുന്നു, പാട്ട് ഭംഗിയാക്കുവാനായിട്ടൊക്കെ പരിശ്രമിക്കുന്നു. അവസാനം നോക്കി കർത്താവിന് വേണ്ടി അച്ഛനായി നല്ലൊരു കുർബാന. ഞാൻ അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം കുർബാനയിലൊക്കെ പങ്കുകൊണ്ടു. എന്ത് രസമായിട്ടാണ്, എന്ത് ഭംഗിയാണ്, ആത്മീയതയിലാണ് അച്ഛൻ കുർബാന ചൊല്ലുന്നതൊക്കെ. തീർച്ചയായിട്ടും ഞാൻ സെമിനാരിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുള്ള ഉപദേശം അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. കാരണം സെമിനാരി പോകുന്നത് അത് വൈദികനാകാനും ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാനാണ്. അപ്പം ഇനി ആ ഒരു വേൾഡിലേക്കുള്ള ചിന്തകളും ഭാവനകളും അങ്ങനെയുള്ള ഫ്യൂച്ചർ നീ വെച്ചുകൊണ്ട് പോകണ്ട, അത് ഫെയിലാകും. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്, അത് ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നീ മുന്നോട്ട് പോകണം. ആ ഒരു അർത്ഥത്തിലാണ് അവർ എന്നെ, തീർച്ചയായിട്ടും ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോയപ്പോഴും തമ്പുരാൻ പറയുന്നില്ലേ വചനത്തിൽ,
നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു നൽകും എന്നുള്ള ആ ഒരു അനുഭവമാണ് തുടർന്നുള്ള കാര്യങ്ങളിലും ഫോർമേറ്റേഴ്സിലൂടെ എനിക്ക് ലഭിച്ചത്. ഞാൻ പുറകോട്ട് പോയപ്പോഴും നീ ഇത് ചെയ്യണം, അല്ലെങ്കിൽ സെമിനാരിയിലായിരിക്കുമ്പോൾ തന്നെ കച്ചേരികളൊക്കെ നടത്താൻ അവർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വീണ്ടും പഠിച്ച കാര്യങ്ങൾ പല അവസരങ്ങളിലുമായിട്ട് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ തന്നെ അവർ തന്നെയാണ് അതിനെ അങ്ങോട്ട് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പോൾ ആയിരിക്കുന്നതിൻ്റെയും കാരണം സത്യം പറഞ്ഞാൽ എല്ലാവരോടും നന്ദിയാണ്, വീട്ടുകാരോടും ഫോർമേറ്റേഴ്സിനോടും ഒക്കെ. കച്ചേരി അച്ഛൻ പാടിയിട്ടുണ്ട്? ഞാൻ പാടിയിട്ടുണ്ട്. സ്കൂളിലായിരിക്കുമ്പോൾ തന്നെ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ മത്സരങ്ങൾക്ക് പോയിട്ടുണ്ട്. അങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ജില്ലാ തലങ്ങളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകർ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ മത്സരങ്ങൾക്കും ലളിതഗാന മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോകായിരുന്നു. അന്നത്തെ ഓർമ്മകൾ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. കാരണം അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പം നമ്മളെ ഒരു സ്റ്റാറായിട്ട് തന്നെ പരിഗണിക്കും. മീൻസ് ക്ലാസ് സമയങ്ങളൊക്കെ ഒത്തിരി അവർ ഒന്ന് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഒഴിച്ചിട്ട് തരും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയൊക്കെ ഞാനതിനെ ക്ലാസ് സമയങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എൻജോയ് ചെയ്ത് സ്കൂളിലൊക്കെ. അപ്പോൾ അങ്ങനെ അധികം മത്സരങ്ങൾക്കോ അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീത മത്സരങ്ങൾക്കൊന്നും വേറെ ഞാൻ പോയിട്ടില്ല. പിന്നീട് ഈ അച്ഛനായതിന് ശേഷം പോൾ പൂവത്തിങ്കൽ അച്ഛൻ്റെ ഒപ്പം അച്ഛൻ ബൈബിൾ സംഗീതോത്സവവും ഒക്കെ ഈ ഇടങ്ങളിലായിട്ട് നടത്തുന്നുണ്ട്. അപ്പം അതിന് ഞാൻ അച്ഛൻ്റെ കൂടെ പോകുന്നുണ്ട്. അതാണ് ഈ രംഗത്തിലുള്ള ഇപ്പോഴത്തെ ഒരു പരിചയം. പൂവത്തിങ്കൽ അച്ഛൻ്റെ ഒപ്പം അച്ഛൻ മാത്രമാണ് ശരിക്കും ഈ ബൈബിൾ സംഗീതോത്സവവും അതുപോലെ ഒരു കച്ചേരി രംഗത്ത് നമ്മുടെ ക്രൈസ്തവരുടെ ഒരു ബന്ധം അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പോൾ പൂവത്തിങ്കൽ അച്ഛനാണ്. അപ്പോൾ അത്തരം വേദികൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കച്ചേരിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നു. കുറച്ച് വിശേഷങ്ങൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാനുണ്ട്. അതിനു മുമ്പ് ഒരു പാട്ട് കൂടി അച്ഛാ പാടാമോ? ഞാൻ മുമ്പ് പാടിയ ആ പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ എനിക്ക് പറയാനായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുവാണ്. ഓ എൻ്റെ ഈശോ എൻ്റെ ആത്മാവിന് ആനന്ദമേ. ആ ഗാനം ഞാൻ പരിചയപ്പെടുന്നത് മൈനർ സെമിനാരിയിൽ വെച്ചിട്ട് തന്നെയാണ്. അതെൻ്റെ റെക്ടറച്ചനായിരുന്ന മാറാമറ്റോ അച്ഛനാണ് ആ പാട്ട് എനിക്ക് പാടാനായിട്ട് തരുന്നത്. ആദ്യമായിട്ടായിരുന്നു ഞാൻ ആ പാട്ട് കേൾക്കുന്നത്. പക്ഷേ വളരെ രസകരമായി തോന്നിയതുകൊണ്ട് ഞാനത് പലവട്ടം അവിടെ പാടി. ഇപ്പം ഇത് ആരാണെന്ന് നിർമ്മിച്ചതെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അച്ഛൻ്റെ തന്നെ ഒരു കസിനായിരുന്നു. ആ ചേച്ചി ഇതുവരെയും പാട്ട് എഴുതിയിട്ടില്ല. പക്ഷേ ആ ചേച്ചിയുടെ ആ ജീവിത സാഹചര്യമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിൽ ദൈവം കൊടുത്ത വരികളെ എഴുതി വെച്ചതാണ്. അത് പിന്നീടത് പാട്ടാക്കി. ആ പാട്ട് പിന്നീട് പുറത്തേക്ക് അധികം വന്നതുമില്ല. പക്ഷേ ഇപ്പം അത് ഈ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ വീണ്ടും ആ മനസ്സിൽ തങ്ങിക്കിടന്ന പാട്ട് ഞാൻ അച്ഛനോട് ചോദിച്ച് ഓർത്തെടുത്ത് ആ ചേച്ചിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് ഏത് സമയത്താണെങ്കിലും അത് പിന്നീട് ഉപകരിക്കും എന്നുള്ളത് വളരെ ഉദാഹരണമായൊരു കാര്യമാണിത്. എത്ര മനോഹരമായ ഗാനമാണ് ഇതൊക്കെ. ജനം തിരിച്ചറിയേണ്ടതും ആദിവാരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതുമായ ഒരു ഗാനമാണ്. ഒരു പ്രാർത്ഥനാ ഗാനമാണ്. എല്ലാം അതിലുണ്ട്. നമ്മുടെ അപേക്ഷകളും നമ്മുടെ കുറവുകളൊക്കെ സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാ ഗാനമാണ്. നല്ലൊരു ഗാനം. എനിക്കറിയാം ഈ ഒരു എപ്പിസോഡിലൂടെ ഹെവൻലി മെലോഡീസിലൂടെ അനേകർക്ക് അത് കേൾക്കുവാനും ആസ്വദിക്കുവാനും അവർക്കും പാടുവാനും പ്രാർത്ഥിക്കാനൊക്കെ സാധ്യമാകട്ടെ. അച്ഛൻ ഒരു പാട്ട് കൂടി പാടാമോ? തീർച്ചയായിട്ടും. സ്നേഹജ്വാലയേ എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. ഓ ജീവജ്വാലയേ എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. അതിനാൽ എന്നാത്മാവിൻ ആഴമേ അടിമത്വത്തിലല്ല നീനിമേൽ നിൻഹിതമെങ്കിൽ സ്നേഹാഗ്നിജ്വാലയിൽ ലയിച്ചമർന്നിടട്ടിനി.
മധുര സംഭാഷണ മറവിലൂടെ മുറിപ്പെടുത്തുന്നു നീ ആർദ്രമായി. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. ഓ മധുരിക്കുന്ന അഗ്നിയേ, ഓ മനോഹരമാം മുറിവേ, ഓ മൃദുല കരങ്ങളേ, ഓ സൂക്ഷ്മസ്പർശനമേ, ഓ നിത്യജീവിത ആസ്വാദനമേ, എല്ലാ ഘടങ്ങളും വീട്ടുന്നു നീ. മൃതിയെ മൃതിയാൽ നീക്കി ജീവനേകി, എല്ലാ ഘടങ്ങളും വീട്ടുന്നു നീ. മൃതിയെ മൃതിയാൽ നീക്കി ജീവനേകി. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. അഗ്നിദീപങ്ങളെ, നിങ്ങൾ തൻ പ്രഭയാലല്ലോ ഇരുട്ടിലും ചെളിയിലും കഴിഞ്ഞ എൻ്റെ ലോലവികാരത്തിൻ ഗുഹകളെല്ലാം ഇന്നുജ്വലമായി മാറി. പ്രിയനായി ചൂടും വെളിച്ചവും നൽകുന്നു. ഇന്നുജ്വലമായി മാറി. പ്രിയനായി ചൂടും വെളിച്ചവും നൽകുന്നു. ഓ മധുരിക്കുന്ന അഗ്നിയേ, ഓ മനോഹരമാം മുറിവേ, ഓ മൃദുല കരങ്ങളേ, ഓ സൂക്ഷ്മസ്പർശനമേ, ഓ നിത്യജീവിത ആസ്വാദനമേ, എല്ലാ ഘടങ്ങളും വീട്ടുന്നു നീ. മൃതിയെ മൃതിയാൽ നീക്കി ജീവനേകി, എല്ലാ ഘടങ്ങളും വീട്ടുന്നു നീ. മൃതിയെ മൃതിയാൽ നീക്കി ജീവനേകി. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. എന്തെന്തു മൃദുല മനോഹരമായെൻ്റെ ഹൃദയത്തെ തട്ടിയുണർത്തുന്നു നീ. അവിടെ രഹസ്യത്തിൽ നീ മാത്രം വസിക്കുന്നു എൻ ഹൃദയേശ്വരനായി. നന്മയും മഹിമയും നിറഞ്ഞു നിന്നിടുന്ന നിൻ മധുര ജീവശ്വാസത്താൽ എന്തെന്തു മൃദുലമായി സ്നേഹം നിറച്ചെന്നിൽ. ഓ ജീവസ്നേഹത്തിൻ ജ്വാലയേ, ഓ മധുരിക്കുന്ന അഗ്നിയേ, ഓ മനോഹരമാം മുറിവേ, ഓ മൃദുല കരങ്ങളേ, ഓ സൂക്ഷ്മസ്പർശനമേ, ഓ
നിത്യജീവിത ആസ്വാദനമേ, എല്ലാ കടങ്ങളും വീട്ടുന്നു നീ, മൃതിയെ മൃതിയാൽ നീക്കി ജീവനേകി. എല്ലാ കടങ്ങളും വീട്ടുന്നു നീ, മൃതിയെ മൃതിയാൽ നീക്കി ജീവനേകി. ഓ സ്നേഹജ്വാലയേ, എന്നാത്മാവിനെ മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. അച്ഛൻ അടിപൊളി പാട്ട്, നല്ല ഭംഗിയിൽ, നല്ല ലയിച്ച്, നല്ല ഫീലിങ്ങോട് കൂടി അച്ഛൻ പാടിയത്. ഇത് കെസ്റ്റേട്ടൻ്റെ ഒരു പാട്ടാണെന്നറിയാം, എല്ലാവർക്കും അറിയാവുന്ന, ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ്. പക്ഷേ ഈ പാട്ടിൻ്റെ ടഫുള്ള അല്ലേ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം വേരിയേഷൻസ് ഉണ്ട്, ബ്രീത്ത് കൺട്രോൾ ചെയ്യണം, ഡൗൺ നിന്ന് പിന്നെ കോറസ് വരുമ്പോൾ പിച്ച് മാറുന്നു, ഹൈ നോട്ടിലേക്ക് പോകുന്നു. പക്ഷെ എല്ലാം ഒത്തിണങ്ങി ലൈവായിട്ട് അച്ഛാ, സൂപ്പർ. താങ്ക് യു അച്ഛാ. ഈ പാട്ട് ഒത്തിരി വരികൾ ഒന്നിച്ച് വരുന്നതാണ്. സാധാരണ പല്ലവി അനുപല്ലവി ചരണത്തിന് ചെറിയ സ്റ്റാൻസുകളായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബ്രീത്ത് എടുക്കാനും തൊണ്ടയിലെ വെള്ളം ഇറക്കാനൊക്കെ കുറച്ച് സമയം കിട്ടും. പക്ഷേ ഇതിന് ഇത്തിരിയും കൂടെ പാടാണ്, രണ്ടിനും ബുദ്ധിമുട്ടാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫാദർ തുമ്പിച്ചിറയിൽ അച്ഛനാണ്. സെയിൻറ്റ് ജോൺ ഓഫ് ദ ക്രോസിൻ്റെ എഴുത്തിൽ നിന്നാണ് ഈ പാട്ടിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പാടിയിരിക്കുന്നത് അസാധ്യ പാട്ടുകാരനായ കെസ്ട്രോ ആണ്. സാദൃശ്യമുണ്ട്, സൗണ്ട് പോലും ചിലയിടങ്ങളിൽ കറക്റ്റാണ്. അച്ഛാ, ഈ എപ്പിസോഡിൽ അച്ഛൻ്റെ ഒരു ഗാനം ഞങ്ങളുടെ പ്രതീക്ഷ തന്നെയാണ്, എൻ്റെയും പ്രേക്ഷകരുടെയും ഒരു ഗാനം ആലപിക്കാനായിട്ട്. ഞാൻ കെസ്റ്റർ ചേട്ടൻ്റെയാണ് അച്ഛനും ഭംഗിയായിട്ട് പാടിയ പാട്ട്. നീ എൻ്റെ സംഗീതം എന്ന പാട്ട് വീണ്ടും കെസ്റ്റർ ചേട്ടന് തന്നെ നമുക്ക് പാടാം. അത് ഒരു ആരാധന ഗാനം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. ഓക്കെ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ.
നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലംബവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ മറവിടവും നീ എൻ ദൈവം ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ അടിയനിതാ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ഒന്ന് ചൊല്ലിത്തീർത്ത പോലെയുള്ള ഒരനുഭവമാണ് ഈ പാട്ടച്ഛൻ പാടിക്കഴിഞ്ഞപ്പോൾ. ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും അവിടുന്ന് രക്ഷിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ വാക്കുകളും നമുക്ക് ശക്തി പകരുന്നതാണ്. ഒരു വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിത്തീർന്ന അനുഭവം തീർച്ചയായിട്ടും നന്നായിരുന്നു അച്ഛാ, നല്ല പാട്ടായിരുന്നു. താങ്ക് യു അച്ഛാ, താങ്ക് യു സോ മച്ച്.
ഞങ്ങൾക്ക് പറയാനുള്ളത് നന്ദിയുടെ വാക്ക് മാത്രമേ ഉള്ളൂ. ഒത്തിരി ഒത്തിരി നന്ദി അച്ഛൻ. അച്ഛൻ്റെ ഈ വലിയ സാന്നിധ്യത്തിനും അച്ഛൻ്റെ അനുഭവമൊക്കെ അച്ഛൻ ഷെയർ ചെയ്തൊക്കെ കേൾക്കാനൊക്കെ ഞങ്ങൾക്കൊരു ഭാഗ്യമുണ്ടായി. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹെവൻലി മെലഡീസിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. ഓ എൻ്റെ ഈശോ, എൻ്റെ ആത്മാവിനാനന്ദമേ, വന്നു നിറയണമേ, വന്നു വാഴണമേ, വന്നു നിറയണമേ, വന്നു വാഴണമേ. ഈ പാഴ്മുളം തണ്ടിനെ മധുരഗാനത്തിൻ്റെ അരുവിയാക്കാൻ, ഈ പാഴ്മുളം തണ്ടിനെ മധുരഗാന